ഒക്കെ ആയിരുന്നു. അതിൽ നിന്നൊക്കെ മാതാവ് എനിക്ക് വിടുതൽ നൽകി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് വെച്ചത് പത്രം കൊടുക്കുമായിരുന്നു, കൃപാസനം പത്രം. വീടുകൾ തോറും നടന്നു കൊടുക്കും, പിന്നെ പള്ളിയിലും ബസ് സ്റ്റാൻഡിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ എല്ലാവരോടും ഈശോനെ പറ്റിയൊക്കെ പറയും, സംസാരിക്കും, കൃപാസനത്തിനെ കുറിച്ച് പറയും. പിന്നെ കോളേജിലൊക്കെ കൊടുക്കുമായിരുന്നു പത്രം. പിന്നെ ബൈബിൾ വായിക്കും, അരമണിക്കൂർ ബൈബിൾ വായിക്കും. ബൈബിൾ പ്രഭാഷകൻ, ജ്ഞാനത്തിൻ്റെ പുസ്തകമൊക്കെ കണ്ടിന്യൂസ്ലി ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി അതങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ കുമ്പസാരവും കുർബാനയും അത് ഞാൻ കണ്ടിന്യൂസ്ലി എല്ലാ ദിവസവും തന്നെ ചെയ്യും. പിന്നെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരുണ്യ പ്രവൃത്തികൾ, പൊതിച്ചോറ് പൊതിഞ്ഞ് ഞങ്ങൾ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കും. അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു.